വലിയ ടെൻഷനുണ്ട്. ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാനസികമായ വലിയ സമ്മർദ്ദം അവർ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത കണ്ടു. 15-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണ്. കാരണം മുഖ്യമന്ത്രിയൊന്നും തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയാകില്ല, അതുകൊണ്ട് റിസൾട്ട് വരില്ല എന്ന് നീട്ടിവെക്കേണ്ടി വരുമെന്ന്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോടും വി ഡി സതീശനോടും കെ സി വേണുഗോപാലിനോടും ഒക്കെ പറയാനുള്ളത്, മുമ്പൊരു തവണ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇടപെട്ടിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ഒരുപാട് കുട്ടികൾക്ക് അത് നല്ലതാണ്. കാരണം ഇവർ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോയാൽ അവർ ഈ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും അത് അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലാക്കുകയും ചിലപ്പോൾ അസുഖം പോലും പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ മകള് അനുഭവിക്കുന്നത് കണ്ടതുകൊണ്ട് പറയുകയാണ്, ദയവായി അങ്ങനെ ഒരു തീരുമാനം ഒന്നെടുത്താൽ നന്നായിരിക്കും. നമസ്കാരം. മുഖ്യമന്ത്രിയെ ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തരകാര്യമാണ്. കാരണം കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അതവർ തീരുമാനിക്കട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നു. നമുക്ക് കെ സി വേണുഗോപാലാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അവർ വളരെ ബുദ്ധിപൂർവ്വം ജനകീയനായിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുവരെ കാത്തിരിക്കാം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എൻ്റെ മകൾ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ട് നിൽക്കുകയാണ് സ്റ്റേറ്റ് സിലബസിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് 15-ാം തീയതി വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്, നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ മോളുടെ കുറേ കൂട്ടുകാരികളുണ്ട്. ഇവരൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ എക്സാമിൻ്റെ റിസൾട്ട് അടുത്ത് വരുമ്പോൾ ഇവർക്ക് വലിയ ടെൻഷനാണ്. ഇപ്പോൾ മോളെയൊക്കെ സംബന്ധിച്ച് ഒരാഴ്ചയായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ടെൻഷൻ അടിച്ച് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാതിരിക്കുന്നു. കാരണം അവർക്ക് ടെൻഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ജയിച്ചാലും തോറ്റാലും ഒരേപോലെ, നമ്മുടെ ജീവിതത്തിൽ രണ്ടും നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്ന് പറയുന്ന ഒരാളാണ്. ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, നിൻ്റെ കഴിവിനനുസരിച്ച് നീ എഴുതുക എന്ന് പറയുന്ന ഒരു പേരൻ്റാണ്. പഴയ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ എൻ്റെ മകൾ തന്നെ അല്ലെങ്കിൽ മകൻ തന്നെ അതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ മോളെ സംബന്ധിച്ച് ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ ടെൻഷനുണ്ട്. ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാനസികമായ വലിയ സമ്മർദ്ദം അവർ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത കണ്ടു. 15-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണ്. കാരണം മുഖ്യമന്ത്രിയൊന്നും തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയാകില്ല, അതുകൊണ്ട് റിസൾട്ട് വരില്ല എന്ന് നീട്ടിവെക്കേണ്ടി വരുമെന്ന്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോടും വി ഡി സതീശനോടും കെ സി വേണുഗോപാലിനോടും ഒക്കെ പറയാനുള്ളത്, മുമ്പൊരു തവണ ഇത്തരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇടപെട്ടിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിങ്ങൾക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ഒരുപാട് കുട്ടികൾക്ക് അത് നല്ലതാണ്. കാരണം ഇവർ ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോയാൽ അവർ ഈ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയും അത് അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിലാക്കുകയും ചിലപ്പോൾ അസുഖം പോലും പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ മകള് അനുഭവിക്കുന്നത് കണ്ടതുകൊണ്ട് പറയുകയാണ്, ദയവായി അങ്ങനെ ഒരു തീരുമാനം ഒന്നെടുത്താൽ നന്നായിരിക്കും. എന്തായാലും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കട്ടെ. ഒരു മുഖ്യമന്ത്രി നമ്മളുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.